ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ 2-3 ദിവസത്തെ ഒരുമിച്ചുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുത്തൊരു വ്ളോഗാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. കാരണം നമുക്ക് ക്യാൻറ്റീനിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കാർഡ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ അവരവിടെ അവരുടെ ഹോസ്പിറ്റലിൽ ഇരുത്തിയിട്ട് ഞാൻ തിരിച്ച് വന്ന് ഇപ്പോൾ അതേ കാർഡൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് പിന്നെയും പോവാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ വീട് കൂട്ടിയിട്ട് പോയിട്ട് കോട്ടയത്ത് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം കുറച്ച് സാധനങ്ങൾ ഞാൻ കൊറിയർ ചെയ്യുമെന്ന്. അപ്പോൾ ഞാനത് അതിന്ന് കൊറിയർ ചെയ്തേക്കാം. ബാക്കി പിന്നെ നമ്മൾ പോകുമ്പം കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പിന്നെ കൊറിയർ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കോട്ടയത്തിന് പോവാം. ആദ്യം അപ്പം അവരെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്തിട്ട് ഒക്കെ വരും. അതാണ് ഇന്നത്തെ ദിവസത്തെ കാര്യം. അങ്ങനെ 2-3 ദിവസത്തെ ഒരുമിച്ചുള്ളൊരു വ്ളോഗാണ്. ഇത് കണ്ടോ, നമ്മൾ മലരിക്കയെന്ന് കൊണ്ടുവന്ന ഫ്ലവർ ഇപ്പോഴും വാടിയിട്ടില്ല കേട്ടോ. കാണിക്കാം. കണ്ടോ, നല്ലതായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോഴും അത് ഞാനിങ്ങനെ വെള്ളത്തിനകത്ത് വെച്ചിരിക്കുക. 2 ദിവസമായി. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ടില്ല, പോകുമ്പോൾ കാണാവേ. അങ്ങനെ ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ക്യാൻറ്റീനിലെത്തിയേ. ക്യാൻറ്റീനിൽ നമ്മുടെ കോട്ടയത്ത് തന്നെയുള്ള ക്യാൻറ്റീനാണ്. അവിടെ അപ്പോൾ എല്ലാവരും അമ്മയും അച്ഛനും കൂടെ അകത്തോട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും പ്രായമായവരാണല്ലോ വരുന്നത്. അവരുടെ കൂടെ ഒന്നെങ്കിൽ മക്കൾ കാണും, അല്ലെങ്കിൽ ചെറിയ മക്കൾ കാണും. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ അമ്മയും അച്ഛനും എടുത്തുകൊണ്ട് പോകുന്ന മുഴുവൻ. അപ്പൂപ്പൻ അമ്മൂമ്മ അല്ലെങ്കിൽ അല്ലേ, അവർക്ക് എന്ത് സാധനമാണ് വേണ്ടത് അതിൽ കൂടുതലുള്ള എല്ലാ സാധനങ്ങളും, മക്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും. അങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ എല്ലാം ഇങ്ങനെ മക്കൾക്കും വേണ്ടിയിട്ട് എന്തോ എനിക്കത് കണ്ടപ്പോൾ വല്ലാണ്ട് തോന്നി. ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ നമ്മൾ 12:30 അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കോട്ടയത്ത് പോയി എന്നാൽ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എവിടെ പോകണമെന്ന് വെച്ചപ്പം അപ്പം ഞാൻ പിന്നെയും പറഞ്ഞു മലബാർ വില്ലേജിൽ പോകാമെന്ന്. എൻ്റെ കസിൻ പറയുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം അവർ ചേച്ചിക്ക് പൊന്നാട അണിയിച്ച് തരുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോകുന്നതിനൊരു കണക്കില്ല, അതുപോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ മലരിക്ക് ചെന്നു. അപ്പം നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഒരു മോനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നു. വലിയ വിശക്കൊന്നുമില്ല, പക്ഷെ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാൻ സമയവും ഇല്ലല്ലോ, അതുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവരെ ഇങ്ങനെ ഇട്ടിട്ട് പോരുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ എല്ലാ സ്പെഷ്യലും നമ്മൾ നോക്കി. മട്ടൺ, കുരുമുളക്, ബട്ടർ ആൻഡ് ചീസ്, സാലഡ്, ട്രോപ്പിക്കൽ സാലഡ്, പിന്നെ ഈ കല്ലിൽ ചുട്ട ബീഫിൻ്റെ ടോഫി, ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമില്ല കേട്ടോ. പുതിയ സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ, അതുകൊണ്ട് അതും അച്ഛൻ്റെ അമ്മയുടെ കൂടെ പുതിയൊന്ന് ട്രൈ ആയിരിക്കുക തന്നെ നല്ലത്. അച്ഛൻ്റെ പതിവ് പോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി, അമ്മ ഫിഷ് കറി മീൽസ്, പിന്നെ പൊറോട്ടയും ബീഫ് കറിയും, ഇത്തരം സംഗതികളാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ ഞാൻ അതുകൊണ്ട് എല്ലാം അതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചു. കുറച്ച് ബിരിയാണിയും കഴിച്ചു നോക്കി, കുറച്ച് ചോറും പുളിശ്ശേരി മീൻകറി. അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷനാണ് ചോറും പുളിശ്ശേരിയും മീൻകറി. പിന്നെ നമ്മുടെ പതിവ് പോലെ നമ്മുടെ ലൈം ജ്യൂസ്, സോഡ ഇല്ലാതെ ഫ്രഷ് ലൈം. ബിരിയാണി കുഴപ്പമില്ല. എനിക്കെന്താ ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്കങ്ങ് ശരിയാകുന്നേ ഇല്ല. പാരഗണി ഞാൻ പറഞ്ഞില്ലേ, കുറേ പ്രാവശ്യം കഴിച്ചിട്ട് എനിക്കങ്ങ് ചിക്കൻ ബിരിയാണി ഇപ്പം നാട്ടിലെനിക്ക് പിന്നെ ഇപ്പം ഇഷ്ടപ്പെടാതെ, എനിക്കിഷ്ടമല്ല. അവരുടെ റൈസിന് കുഴപ്പമില്ലെങ്കിലും ഞാൻ പിന്നെ ആ റൈസ് മാത്രം എടുത്തിട്ട് ഈ പൊറോട്ടയുടെ കൂടെ ഞങ്ങൾ ബീഫ് കറി വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ കൂടെ കഴിച്ചു നോക്കി. എനിക്ക് എന്നാലും എന്തോ മടുത്തതാണോ ഇപ്പോൾ എനിക്ക് നാട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നാട്ടിലെ ബിരിയാണി ഞാൻ മടുത്തതായിരിക്കണം. പക്ഷെ പൊറോട്ടയും ബീഫ് കറിയും നല്ലതായിരുന്നു. പിന്നെ ഫിഷ് കറി മീൽസും നല്ലതായിരുന്നു. അങ്ങനെ സാധാ സിമ്പിൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ സാധനം ഞാൻ ക്യാൻറ്റീൻ്റെ അച്ഛൻ പറഞ്ഞ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോർലിക്സ്, എൻഷർ, പിന്നെ ഡിഷ് വാഷർ ഇൻ ദ സെൻസ് ഡിഷ് വാഷിംഗ് ലിക്വിഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഹാഫ് പ്രൈസേ ഉള്ളൂ കേട്ടോ. ഈ നമ്മൾ 1000 രൂപയ്ക്കോ എത്ര 9 സംതിങ് അല്ലേ എൻഷുർ, അതിനൊക്കെ ഹാഫ് പ്രൈസ് 500 അത്ര രൂപയ്ക്കാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഇതിലെ നമ്മുടെ റെഡ് ലേബലിൻ്റെ ചായപ്പൊടി,
അങ്ങനെ കൊറിയർ വരുമ്പോൾ ഞാൻ കാണിക്കാവേ. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ ചെന്ന് DTDCയുടെ കൊറിയറിൽ അതെല്ലാം കൂടെ ഒരു 18 കിലോ കൊറിയർ സാധനം അയച്ചു കേട്ടോ. ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ കൊറിയർ ചെയ്തു. അപ്പോൾ നമ്മളൊരു 18 കിലോ കൊറിയർ ആകുമ്പോഴത്തേനും 2100 രൂപ അടുപ്പിച്ചാവുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് നഷ്ടമില്ല, കാരണം നമ്മളിവിടുന്ന് കുറേ അത്രയും സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ എൻ്റെ കുറച്ച് ഡ്രസ്സും അങ്ങനെ എല്ലാം കൂടെ ഒരു 18 കിലോ കൊറിയർ അയച്ചു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നു കഴിഞ്ഞ് പിന്നെയും കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, അതിനെയും പിന്നെ കൊറിയർ അയക്കണം. പക്ഷേ എന്നാലും ഇപ്പോൾ തിങ്കളാഴ്ച നമ്മൾ അയച്ചാൽ വെള്ളിയാഴ്ച നമുക്ക് കൊറിയർ ഇവിടെ കിട്ടും. അപ്പം ഞാൻ ഓർത്ത് ഏതായാലും പോരുന്നല്ലേ, കുറച്ച് സാധനങ്ങൾ അയച്ചു. അങ്ങനെ പൊറോട്ടയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ആദ്യം ബിരിയാണി ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞില്ല. ബിരിയാണി ട്രൈ ചെയ്തത് എന്താണ് നമ്മുടെ ബീഫ് കറിയുടെ കൂടെ പപ്പടമൊക്കെ കൂട്ടി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ചിക്കൻ ബിരിയാണി എന്തോ ഒരിടത്തെ അങ്ങ് ശരിയാകുന്നില്ല. ആർക്കെങ്കിലും ഏറ്റവും നന്നായിട്ട് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഏതെങ്കിലും മട്ടൺ ബിരിയാണി കിട്ടുന്ന സ്ഥലം നാട്ടിലുണ്ടെങ്കിൽ പറയണേ. പാരഗൺ ഇനി ഞാൻ ട്രൈ ചെയ്യത്തില്ല എന്ന് വെച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമല്ല. അതായത് ഇനി കാലിക്കട്ടിലെ പാരഗണി പോയി നോക്കണം, അവിടുത്തെ അറിയത്തില്ല കേട്ടോ. ബാക്കി നമ്മൾ എറണാകുളത്ത് ഒക്കെ ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായിരുന്നു. എനിക്ക് നല്ല ജലദോഷവും പനിയും ഒക്കെയാണ് കേട്ടോ. അതാണ് എൻ്റെ ഒച്ച ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷനായിട്ടുള്ള ഫിഷ് കറി മീൽസും ബിരിയാണി മീൽസിനകത്ത് ഒത്തിരി കറികളുണ്ട് കേട്ടോ. ഒരു ഗോതമ്പ് പായസവും ഉണ്ട്. അമ്മ അതാണ് കേട്ടോ കഴിച്ചത്. കഴിഞ്ഞ് കേട്ടോ, ഞാൻ ഈ കോമ്പിനേഷനാണ് എൻ്റെ ഫേവറേറ്റ്, പുളിശ്ശേരിയും മീൻകറി. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ മലബാർ വില്ലേജിനോട് ഇത്തവണത്തേക്ക് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി അന്നത്തെ ദിവസം നല്ല മഴയുണ്ട്. അന്നത്തെ ദിവസം വലിയ മഴയില്ലായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ല കൊറിയറൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നു. ഇതൊക്കെ അവരുടെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സംഗതികൾ അവരിങ്ങനെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനതിങ്ങനെ നോക്കിയത് ഇതൊക്കെ ഉണ്ടോ, ബീഫ് ടോഫി, ഇതൊക്കെ എങ്ങനെ ഇരിക്കും എന്നറിയത്തില്ല. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, ക്രാക്കിൾ ചിക്കൻ, ക്രഞ്ചി ബജാജ്, എന്താ അങ്ങനെ കുറേ സാധനങ്ങൾ. ഞാൻ ജസ്റ്റ് പേര് കല്ലിൽ ചുട്ട ബീഫ്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഫ്രൂട്ട് കഴിക്കുക എന്നുള്ളത് നമ്മുടെ പതിവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ചുമന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളയായിരുന്നല്ലോ കിട്ടിയത്, പ്രാവശ്യം ചുമന്ന ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നത് കാണുമ്പോൾ എന്ത് രസം, അമ്മ ഒരു പീസ് കഴിച്ചു നോക്കിയിട്ട് പറയും ഇതിന് ഒരു വികാരവും ഇല്ലല്ലോ എന്ന്. അത് ശരിയാണ് കേട്ടോ. ഇത് കാണാനുള്ള ഒരു ഭംഗിയേ ഉള്ളൂ, അതിനകത്ത് കഴിച്ചാൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നല്ല ആൻറ്റി ഓക്സിഡൻസും ഒത്തിരി വൈറ്റമിൻസും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ. അങ്ങനെ വിചാരിച്ച് കഴിക്കാം. പിന്നെ കഴിക്കാൻ അഴുക്ക് സ്വാദില്ല താനും, അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ, കുഴപ്പമില്ല. ഞാൻ പക്ഷേ വൈറ്റിന് കണ്ട ഇത്ര ഭംഗിയിലും വൈറ്റായിരുന്നു കേട്ടോ, ഇച്ചിരി മധുരം. അങ്ങനെ ഫ്രൂട്ടൊക്കെ കഴിച്ച് അമ്മയോട് പറഞ്ഞു ബാക്കി സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യണം, പതുക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങണം എന്നൊക്കെ പറയാം. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എന്തായാലും വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട്, കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വട്ടയപ്പം നമ്മുടെ കള്ള് വാങ്ങിക്കണമല്ലോ, കള്ള് വാങ്ങിച്ചിട്ടുണ്ടാകുമ്പോൾ വട്ടയപ്പം നല്ലതാണ്. അങ്ങനെ അമ്മ എന്നാൽ വട്ടയപ്പത്തിനുള്ള പൊടിയൊക്കെ പൊടിക്കണം, അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ രാജേട്ടന് നമ്മുടെ ഇലയില്ലേ, വാഴയിലയിൽ ഉണ്ടാക്കുന്ന അട, ഇവിടെ നമുക്ക് വാഴയില കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇലയുടെയും കുറച്ച് കൊണ്ടുപോകാം. പിന്നെ എന്തായിരുന്നു ഏത്തയ്ക്കാപ്പം വേണമെങ്കിൽ, പക്ഷെ അത് കൊണ്ടുപോയില്ല കേട്ടോ ലാസ്റ്റ് വന്നപ്പോൾ. അപ്പോൾ ഇലയുടെയും വട്ടയപ്പം പിന്നെ ചക്കപ്പഴം ഒന്ന് കൊണ്ടുപോകാം. ചക്കപ്പഴം കഴിച്ചിട്ട് കുറേ നാളായെന്ന് പറഞ്ഞു അവിടെ രാജേഷൻ്റെ അമ്മയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചക്കപ്പഴം എങ്ങനെയെങ്കിലും നമ്മുടെ ചെക്കിൻ ബാഗിനകത്തിട്ട് കൊണ്ടുപോകാമെന്നുള്ളതിൽ ഒരു ചക്ക പകുതി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ചെടി സീസി പ്ലാന്റും വേറെ ഒത്തിരി ഉണ്ടായത് ഇപ്പോൾ ഉണ്ട് കേട്ടോ, വേറൊരു ചെടിയും. അങ്ങനെ ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ രാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കണം. അപ്പോൾ ഇത് ട്യൂസ്ഡേ ആണ് കേട്ടോ. വെനസ്ഡേ വൈകുന്നേരം നമ്മളിതെല്ലാം ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കണമല്ലോ. തേഴ്സ്ഡേ ഏർലി മോർണിംഗ്, അതായത് 3 മണിക്ക് ഇറങ്ങണം. അതായത് എൻ്റെ ഫ്ലൈറ്റ് 7:55-നാണ്. അപ്പോൾ 3 മണിക്ക് ഇറങ്ങിയാലാണ് നമ്മൾ 5:30 ആകുമ്പോഴത്തേനും എയർപോർട്ട് എത്തുക. ആ ഒരു ദൂരം ഭയങ്കര കേട്ടോ. പക്ഷേ രാവിലത്തെ ഇത്ര ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഫ്രൂട്ടൊക്കെ കഴിച്ച് എൻ്റെ ദിവസം തുടങ്ങി. ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് എൻ്റെ വെയിറ്റ് പറയാം. ഇപ്പം 59.75 kg ആയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 3 കിലോ എൻ്റെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കിലോ കുറയ്ക്കാനുള്ള തത്രപ്പാടായിരിക്കും ഇനി നമ്മൾ കാൺപൂരെത്തിയിട്ട്. ഇത് നമ്മുടെ മീൻ വറുക്കുന്നത് പരവ മീൻ വറുത്താണ് കേട്ടോ. പരവ മീൻ വറുത്തു, അയലക്കറി വെച്ചു. അത് ഉച്ചയ്ക്കത്തെ ലഞ്ചും ആ കൂടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അയലക്കറിയാന്ന് തോന്നുന്നു. അതെ അയലക്കറി. അങ്ങനെ എന്താ പറയുന്നത്, അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം തന്നെ ഇതൊക്കെ. ഇപ്പോൾ അതുകൊണ്ട് ഈ 2-3 ദിവസം കൂടെ ഉള്ള അടിപൊളിയായിട്ട് കഴിച്ചേക്കാമെന്ന് വെച്ചിട്ട് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്നലെ കള്ള് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സുബി വന്ന ഓട്ടോക്കാരനെ കൊണ്ട്
നമ്മൾ കള്ള് വാങ്ങിപ്പിച്ചായിരുന്നേ. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു മാങ്ങ ഇരിപ്പുണ്ട്, അത് അച്ഛന് മാങ്ങ മാത്രമാണ് ഇഷ്ടം. അച്ഛന് ഷുഗറൊക്കെ ഉള്ളതാണ്, പക്ഷേ മാങ്ങയെന്ന് പറയുന്ന ഫ്രൂട്ടാണ് അച്ഛന് ഇഷ്ടം. നല്ല മധുരം ഉണ്ടല്ലോ ഇപ്പോൾ മാങ്ങയ്ക്ക്. അപ്പം ഞാനത് കണ്ടിച്ച് നോക്കിയിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയാമെന്ന്, ഇത് വിചാരിച്ചത്ര മധുരം ഇല്ല. എന്നാലും അമ്മ പറഞ്ഞു അത് അച്ഛന് കൊടുത്തേക്കാം, ഏതായാലും മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ മുറിക്കുമ്പോൾ ഞാൻ അതിൻ്റെ തൊലിയിൽ കുറേ വരും. അമ്മ പറഞ്ഞു ഇങ്ങനെയാണോ മാങ്ങ കണ്ടിക്കുന്നതെന്ന്. ഞാൻ മാങ്ങ കണ്ടിച്ച് അങ്ങനെ കേട്ടോ, എന്നാൽ കുറേ ദശായതിൽ ഇങ്ങനെ പോരും. എത്ര ഞാൻ കനം കുറച്ച് കണ്ടിക്കാൻ ട്രൈ ചെയ്താൽ എനിക്ക് അത്രയും പറ്റില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ വലിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. നന്നായിട്ട് മുറിക്കും നല്ല കത്തിയാന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ മാങ്ങയൊക്കെ മുറിച്ചു. ഈ പോരുന്നതിൻ്റെ 2 ദിവസം വരുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര മൂഡ് ഓഫ് അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന 2 ദിവസം. എന്താണ് ഞാൻ ഇന്നാളും പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇതുപോലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോഴും ഭയങ്കര മൂഡ് ഓഫാണ്. അപ്പം നമ്മുടെ മീനാക്ഷി പ്രസവിച്ചിട്ട് മീനാക്ഷിയുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് അവിടെ നമ്മുടെ കിണറിൻ്റെ അതായത് അടുക്കളയുടെ താഴെയായിട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഒരു മഴ പെയ്യുമ്പോൾ ഒരു കുടയും കൊണ്ട് വെച്ച് ഒരു നല്ല കട്ടിയിലൊരു തുണിയൊക്കെ വിരിച്ചിട്ട് ആ കൊച്ചിനെ അത് അവിടെ എടുത്ത് വെച്ചിട്ട് മഴ നനയാത്ത വിധത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അവൾക്ക് വേണമെങ്കിൽ നമ്മുടെ കാർ ഷെഡിനകത്ത് കൊണ്ട് വയ്ക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ പട്ടിക്കുഞ്ഞുങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, പേടിയായിട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും സേഫായിട്ട് അവൾക്ക് പോയൊരു സ്ഥലത്ത് തന്നെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ നല്ല പ്രൊട്ടക്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് വന്നേക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ അതിനെ നോക്കിക്കോണം എന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നും പോയി നോക്കും. അപ്പോൾ നമ്മുടെ ചേച്ചിയോട് നമ്മൾ പറയണം ഒന്ന് ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അത് ആഹാരം കഴിച്ചിട്ട് പോകത്തില്ല. എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും അങ്ങ് ഓടി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ വരും കേട്ടോ വേണമെങ്കിൽ. അങ്ങനെയാണ്. തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്, പക്ഷേ എന്ത് ചെയ്താൽ ആഹാരം കഴിക്കത്തില്ല. അതാകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സമാധാനമുണ്ട്, ആഹാരം കഴിച്ചിട്ട് പോയാൽ അത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോറ് അങ്ങോട്ട് കഴിക്കുക. ഓടി കൊണ്ട് വരെ എന്തിനു ചെയ്യാനായിട്ട് ഇന്നലെ അവിടെ എല്ലാം തട്ടി മറിച്ച് ഓടി വന്നു. ഇന്നലെ എൻ്റെ കുട വെച്ചിട്ട് അടിച്ച് സമാധാനമില്ല. കൊണ്ട് ഇത്രയും വെച്ചേക്കുന്നത് ഞാലിപ്പൂരാണ് ഇതല്ല. വേണോ അങ്ങനെ അച്ഛനും ഉണ്ട് മാങ്ങാപ്പഴമൊക്കെ കുടിച്ചു. അച്ഛൻ ഇച്ചിരി പുളി ഉണ്ടെങ്കിലും മാങ്ങ എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ ഞാൻ പറഞ്ഞില്ല കള്ള് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ കള്ളിട്ടിട്ട് അപ്പം ഉണ്ടാക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ്. ഈസ്റ്റ് ഇടുന്നെങ്കിലും ടേസ്റ്റ് നമ്മുടെ കള്ള് ഒഴിച്ച് അപ്പം ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി അമ്മ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് പൊടിച്ച് വറുത്ത്. അപ്പം നമ്മുടെ അനിയത്തി ചേച്ചി തേങ്ങ ചിരണ്ടുന്നുണ്ട്, ഏലക്കയും അതെല്ലാം. ഇവർ മിക്സിക്കകത്തൊന്നും പൊടിക്കത്തില്ല, കല്ലേലിങ്ങനെ ചതച്ച് തന്നെ പൊടിക്കുന്നു. അങ്ങനെ ഭയങ്കര വിപുലമായ രീതിയിൽ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് കള്ള് നോക്കിയിട്ട് കള്ള് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചല്ലോ, അതേതാണെന്ന് നമുക്കൊരു സംശയം. നോക്കിയപ്പോൾ പണ്ട് കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാണ് അപ്പം ഉണ്ടാക്കുക, ആ കള്ള് കൊണ്ട് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ അമ്മ അതാദ്യം എടുത്ത് കളാം. ഇപ്പോൾ ഒരു ഇങ്ങനെ താഴെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന ടൈപ്പ് ഒരു കുപ്പിക്കകത്തുള്ള കള്ളാണ് ഇപ്പോൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതൊക്കെ എടുക്കുകയാണ്. അതൊക്കെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ കള്ള് എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് വട്ടയപ്പം തേങ്ങ ചിരണ്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, പിന്നെ ബാക്കി എന്തൊക്കെയാണ് പരിപാടികൾ, തേങ്ങയും അതെല്ലാം കൂടിയിട്ട് ഇളക്കി കുറേ നേരം ഇളക്കണം എന്ന് തോന്നുന്നല്ലേ. ഈ അരിപ്പൊടിയും തേങ്ങയും കള്ളും പിന്നെ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത് അതിലായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് നന്നായിട്ട് പുളിച്ച് വരുമ്പോൾ അങ്ങ് നമ്മൾ ചുട്ടെടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ശരിക്കും സാധാരണ പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങോട്ടും കൊണ്ടുപോകാനല്ല, വീട്ടിലുണ്ടാക്കുമ്പം നന്നായിട്ട് വരും. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കൊന്ന് മധുരം നന്നായിട്ട് കുറഞ്ഞു പോയി. മധുരം ഒത്തിരി കുറഞ്ഞു പോയി. ബാക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വട്ടയപ്പമായിരുന്നു ഏറ്റവും നല്ലത്. അമ്മ പറയായിരുന്നു അതങ്ങനെയാണ്, നമ്മൾ വലിയ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 വലിയ വട്ടയപ്പം ഉണ്ടാക്കി. ഞാൻ എന്നിട്ടത് മുറിച്ചിട്ട് ഒരു വട്ടയപ്പം ചെറുതായിട്ട് മുറിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അമ്മ 2 എണ്ണം കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇവിടെ അത്രയ്ക്ക് അജ്ജൊന്നും കഴിക്കത്തില്ല. അമ്മേനും ആശേട്ടനും കുറച്ച് കഴിക്കും.
ബാക്കി അവിടെ ഇരുന്നോട്ട് അമ്മ അച്ഛൻ്റെ അനിയൻ്റെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ന് ബുധനാഴ്ചയാണ് വരുന്നത്. അപ്പോൾ അന്നേരം പിള്ളേർക്ക് കൊടുക്കാൻ കുറച്ച് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കൊണ്ടുപോന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചക്കപ്പഴം ഒരു വിധത്തിൽ സിപ്പ് ലോക്കിനകത്തൊക്കെ നല്ലതായിട്ട് റാപ്പ് ചെയ്ത്, എനിക്ക് പേടിയായിരുന്നു തുണിയിൽ മണം വരുമോയെന്ന്. ഇത് കണ്ടോ, ഒരു ജീരകവും ഏലക്ക എല്ലാം കൂടെ എന്തിച്ച് നല്ലതായിട്ട് പൊടിച്ചെടുക്കുകയാണ് കല്ലേൽ. അങ്ങനെ നമ്മൾ മലരിക്കത്തുള്ള ആ അടുക്കള വന്ന് തീർന്നു. 2 പൂവേ ഉള്ളൂ, ബാക്കി എല്ലാം അഴുക്കായിപ്പോയി. അങ്ങനെ ഇതുപോലെ ഇത് ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് രാത്രിയിൽ ഞാൻ പറഞ്ഞില്ല രാത്രിയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ രാത്രി തന്നെ വെച്ചിട്ട് പെട്ടി ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നു. അത് രാവിലെ അപ്പോൾ പെട്ടി അടയ്ക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനന്ന് പോരുന്നതിൻ്റെ തലേ ദിവസം ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഫുൾ മഴ നിന്നിട്ടേ ഇല്ല, വെളുപ്പിനെ തൊട്ട് മഴ ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനാക്ഷിയുടെ കൊച്ചിന് ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ കുട കൊണ്ട് നല്ലതായിട്ട് മറച്ചൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുക. മീനാക്ഷി വരും, ഭക്ഷണം കഴിക്കും, പിന്നെ ആ കൊച്ചിൻ്റെ കൂടെ പോയി കിടക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. ഫുൾ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഇങ്ങനെ ഇത്രയും മഴ എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മഴ ആദ്യമായിട്ട് 1 മാസമായിട്ട് ഞാൻ നാട്ടിലുള്ളൂ. മറ്റേ മഴ പെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് അങ്ങ് തെളിയും, അങ്ങനെ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഫുൾ ടൈം മഴ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നിൽക്കും, പിന്നെ അതുപോലെ തന്നെ മഴ. അപ്പോൾ എനിക്ക് ബെസ്റ്റിൽ പോകണമായിരുന്നു. എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. ഞാനൊരു ട്രയൽ എന്ന രീതിയിൽ കുറച്ച് ചക്ക വരട്ടി ആദ്യം അജ്ജു പോയപ്പോൾ കൊടുത്തു വിട്ടായിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം അമ്മ ഉണ്ടാക്കിയ ചക്ക വരട്ടിയത് ഫ്രിഡ്ജ് അഴുക്കായി പോയത് കാരണം മുഴുവൻ അഴുക്കായിപ്പോയി. അപ്പം അവിടുത്തെ രാജേട്ടൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടത്. രാജേട്ടന് ചക്കയുടെ വരട്ടിയതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എല്ലാ വർഷവും അമ്മ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം അതൊരു ചക്ക വരട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ബെസ്റ്റിൽ അത് വാങ്ങിക്കാനായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുക. ഞാനിങ്ങനെ ബെസ്റ്റിൽ പോകാനായിട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇത് മീൻ കറി വെക്കുന്ന ഒരു ചട്ടി വാങ്ങിക്കണം. അങ്ങനെ ഞാൻ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നീ മഴ കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ രക്ഷയില്ല, മഴ കുറയുന്ന ലക്ഷണമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട നമുക്ക് പോയേക്കാം മഴയാണെങ്കിലും എന്ന് പറഞ്ഞു. കേട്ടോ, ഞാൻ അവിടെ ഇങ്ങനെ കുട വെച്ചിട്ട് മറച്ചിട്ട് അതിനകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് നമ്മുടെ സൈഡിൽ കൂടെ പോയ ഒരു വണ്ടിയുടെ പുറത്തുനിന്ന് എന്തോ ഭയങ്കര ശബ്ദത്തിൽ നമ്മുടെ കാറിൻ്റെ അങ്ങോട്ട് വീണിട്ട് ആ ശബ്ദം കേട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് പോലും മനസ്സിലായില്ല. നോക്കിയപ്പോൾ എന്നിട്ട് നമ്മുടെ ഗ്ലാസ്, ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ നന്നായിട്ട് ക്രാക്കായിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കവേർഡാണ്, അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്നാലും ഇത് 5 വർഷത്തേക്കേ ഉള്ളല്ലോ. 2ാമത്തെ ആകുമ്പോഴത്തേനും നമുക്ക് അത്ര ഫുള്ളൊന്നും കിട്ടത്തില്ല. കിടക്കുന്നുണ്ടോ ഇനിഷ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഗ്ലാസ് മാറാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ട് അവർ നമ്മുടെ ഇൻഷുറൻസുകാർ വന്ന് നോക്കിയിട്ട് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പോകുന്നതിൻ്റെ തലേ ദിവസം അങ്ങനെ ഒരു കാര്യം കൂടെ നടന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മീനാക്ഷി കഷ്ടമുണ്ടാകും. എനിക്ക് ആ കൊച്ചിനെ കൂടെ കിടക്കുന്നിട്ട് ഭയങ്കര ഇമോഷണലായിപ്പോയി ഞാൻ. അതിന് പേടിയുണ്ട്, വലിയ പട്ടികൾ വരുന്നു, എന്തെങ്കിലും പിടിക്കുമോ എന്നൊക്കെ ആയിരിക്കുമേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം തറവാട്ടിലോട്ട് പോകും. അവൻ ദീപു എൻ്റെ കസിൻ, അവൻ വന്നിട്ട് ജസ്റ്റ് അവൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് അവൻ ഇന്നലെ വരേണ്ട പക്ഷേ ഇന്ന് വന്നു. അപ്പോൾ തറവാട്ടിൽ വന്നപ്പോൾ അവരോടെല്ലാം ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഓടിപ്പോന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നെടുമ്പാശ്ശേരിയിൽ എത്തി. എനിക്ക് നല്ല പനി, ജലദോഷം, ചുമ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങൾ 5:30 6 ഞാൻ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറിയപ്പോൾ എനിക്കെന്തോ അതേ ഇത്രയും ദിവസം നിന്നിട്ട് പോരുമ്പോഴുള്ള വിഷമം അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര അണീസിനെസ്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു കാപ്പി കുടിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എൻ്റെ ഗേറ്റ് നമ്പർ 4 ആയിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് അവിടെ ഞാൻ ഇഡ്ഡലിയും വടയും ഒരു കോഫിയും കൂടെ കുടിച്ചു. എന്നിട്ട് ഏതായാലും ഞാൻ കാൽപോൾ കഴിച്ചു ഓൾറെഡി. എന്നിട്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. തലവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പം നമ്മളിനി ഇവിടുന്ന് മുംബൈയിലെത്തി. മുംബൈയിൽ 3 മണിക്കൂറുണ്ട്. മുംബൈയിലൂടെ നടന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ഇടപാട് തീരും, എനിക്കറിയാം. അങ്ങനെ ഞാനിത് കുറച്ച് കഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കഴിച്ചിട്ടൊന്നും എനിക്കൊരു ഇതില്ല. ഞാനിങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടന്ന് 7:45 നമ്മുടെ ഫ്ലൈറ്റ്. എന്നിട്ട് അതിൽ കയറി ഞാൻ മുംബൈയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതായാലും ടെർമിനൽ 2 തന്നെയായിരുന്നു. ഈ ടെർമിനൽ മാറണമെങ്കിൽ ഭയങ്കര ചടങ്ങാണ്. പിന്നെ നമ്മൾ 35 മിനിറ്റോളം ട്രാവൽ ചെയ്യണം അവരുടെ ബസ്സിൽ, എന്നാലാണ് നമ്മൾ മറ്റേ ടെർമിനലിൽ എത്തുക. ഏതായാലും ദൈവം അനുകരിച്ച് ഇപ്രാവശ്യം ആ ഒരു പണി ഉണ്ടായില്ല. സെയിം ടെർമിനൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ 20 ദോശയൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ, ദോശയല്ല ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. എനിക്ക് രുചിയൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ, എനിക്ക് തീരെ വയ്യ. എന്താണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തപ്പോൾ ഇതേ സ്ഥിതിയായിരുന്നു. ഇരുന്നിരുന്ന് എനിക്ക് വയ്യാണ്ട. ഇത്തവണ അതുപോലെ തന്നെ. അങ്ങനെ നമ്മുടെ നാട്ടിലെ സംഭവബഹുലമായ 1 മാസത്തെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. ഇനി നമുക്ക് വെയിറ്റ് കുറയ്ക്കൽ അഭ്യാസങ്ങളൊക്കെ ആയിട്ട് കാൺപൂര വീഡിയോസിനും കാണാം.
അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.